നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജെൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ സ്നാക്സ് എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കണമെന്ന് നോക്കാം. നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം ഏത്തപ്പഴം കൊണ്ടാണ് റെഡിയാക്കിയെടുക്കുന്നത്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ ടൈപ്പൊക്കെ ഇരിക്കും, പക്ഷേ കേക്കിൻ്റെ സ്വാദല്ല കേട്ടോ. വേറെ ഒരു വ്യത്യസ്തമായ ഒരു രുചി തന്നെയാണ് അത് റെഡിയാക്കി എടുക്കുമ്പോൾ. നന്നായിട്ട് നമുക്ക് ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ പെട്ടെന്ന് നോക്കാം. നന്നായിട്ട് കറുത്തിട്ടുള്ള ഏത്തപ്പഴം, അപ്പോൾ നമുക്കിത് കഴിക്കാനൊന്നും തോന്നില്ല ശരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. 2 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഇങ്ങനെ വലിയൊരു കട്ടയായിരുന്നു കേട്ടോ, ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പകുതി മതി, ഒരു ചെറിയ പീസും കൂടെ ഉണ്ട്. അപ്പോൾ ഒന്ന് അരിച്ചിട്ട് മാറ്റാം. നമ്മളൊന്ന് ശർക്കര ഒന്ന് ചൂടാക്കി അരിച്ചു മാറ്റുന്നുണ്ട്. അതിൻ്റെ കരടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാൻ. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 200 ഗ്രാം ശർക്കര കാണും കേട്ടോ, അതൊന്ന് തിളപ്പിച്ച് മാറ്റാം. ആ സമയം കൊണ്ട് ഞാൻ വാൽനട്ടും ചേർക്കുന്നുണ്ട്. വാൽനട്ട് ഇല്ലെങ്കിൽ ചേർത്തില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതിന് പകരം നമുക്ക് കാഷ്യൂനട്ട് ചേർത്താലും മതി. അപ്പോൾ വാൽനട്ട് ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നു കേട്ടോ. അതിനകത്ത് അങ്ങനെ ഓയിലൊക്കെ ഒന്ന് ഊസായിട്ടായിട്ട് വരും. അപ്പോൾ നമുക്കത് കൈകൊണ്ട് തന്നെയാണ് ഞെരടിയെ പൊടിഞ്ഞും വരും അത് കഴിയുമ്പം. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ചിട്ട് മാറ്റാം. കരടുകളൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ടുള്ള ശർക്കര ആയതുകൊണ്ട് തന്നെ അതിനകത്ത് അല്പം കരടുകളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തു. അപ്പോൾ അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ ഒരു 6 ഏലക്ക, വലിപ്പമുള്ള ഏലക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു മാത്രം മാറ്റിയെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് പൊടിച്ചെടുക്കാം. ഞാൻ ഏലക്കായുടെ അതിനകത്ത് എനിക്ക് ഏലക്ക ചേർക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏലക്കായുടെ ഒരു ഫ്ലേവർ ഏത്തപ്പഴത്തിൻ്റെ റെസിപ്പിയിലൊക്കെ നല്ലതായിട്ട് ചേർന്ന് പോകുന്നതാണ്. ഫ്ലേവർ വേണമെങ്കിൽ നമുക്ക് വനില ഒക്കെ ചേർക്കാം. ഞാൻ ഏലക്കായാണ് കേട്ടോ ചേർത്തത്. അതിൻ്റെ ഫ്ലേവറാണ് എനിക്കിഷ്ടം. അപ്പം നമ്മുടെ ഏലക്ക പൊടിച്ചെടുത്താൽ മിക്സിയിലേക്ക് തന്നെ നന്നായിട്ട് പൊടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചുള്ളൂ. ഇനി ബാക്കി ഇതിനകത്ത് കിടന്ന് അടിച്ച് എല്ലാം കൂടെ കൂട്ടിയിട്ട് അടിച്ചാൽ മതി. അപ്പോൾ പഴം ചേർത്ത് കൊടുക്കാം. 2 പഴം നമ്മൾ നന്നായിട്ട് തൊലി കറുത്ത ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നുറുക്കി ചേർത്ത് കൊടുക്കാം മിക്സിയിലേക്ക്. അത് വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചിട്ടെടുക്കാം നമുക്ക്. നന്നായിട്ട് പഴുത്ത പഴം കൊണ്ട് റെഡിയാക്കുന്നതാണ് കേട്ടോ നല്ലത്. ശർക്കരയുടെ മധുരത്തിൻ്റെ അളവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ പഴത്തിന് ഒരുപാട് മധുരമുള്ള പഴമല്ല കേട്ടോ പഴുത്തതാണെങ്കിലും, അതുകൊണ്ടാണ് ഞാൻ അത്രയും ശർക്കര ചേർത്തത്. പഴം തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമുക്ക് ആദ്യം. പഴം നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാല്, തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ, പച്ച പാല് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്നുകൂടെ ഒന്ന് അടിച്ചിട്ട് മാറ്റാം. പാല് ചേർത്തിട്ടൊന്ന് അടിച്ച് മാറ്റി ഇച്ചിരിയോടെ ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നോക്കാം കൺസിസ്റ്റൻസി എത്ര വേണമെന്ന്. ഒന്ന് അടിച്ചെടുത്തു. ഒരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ 3/4 കപ്പ് ശർക്കര പാനി, ഒരു 1/4 കപ്പ് അത്ര എടുത്ത് വെച്ചില്ല, അത്രയും ശർക്കര പാനി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാം ചേർത്ത് നന്നായിട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത് വേറൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പുറത്ത് നല്ലതായിട്ട് വെയിൽ പെട്ടെന്ന് ലൈറ്റ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പുമാവിനൊക്കെ ഉണ്ടാക്കുന്ന റവ ചേർത്ത് കൊടുത്തു. അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വെക്കാം. അപ്പോൾ നമ്മുടെ റവ ഇച്ചിരി ഒന്ന് കുതിർന്ന് വരും. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റായി വരും. ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും. അപ്പോൾ വാൽനട്ട് ഞാൻ വറുത്ത് മാറ്റി വെച്ചത് പയ്യെ കൈ കൊണ്ട് ഞെരടി അങ്ങ് പൊടിഞ്ഞു പോകുന്നോളും. ആ പൊടിച്ചതും കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ തിക്കായി. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ ഒരു പ്ലേറ്റിൽ സ്റ്റീം ചെയ്തെടുക്കാം. പ്ലേറ്റിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇച്ചിരി അധികം ഉള്ളതുകൊണ്ട് ഞാനൊരു കേക്ക് ടിന്നിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഈസിയാണ് അതൊന്ന് അൺഫോൾഡ് ചെയ്തെടുക്കാനും. അപ്പം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു 2 നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, അത് മറന്നുപോയായിരുന്നു. അപ്പോൾ നോക്കൂ, ഈ ഒരു കൺസിസ്റ്റൻസി ഇച്ചിരി തിക്കായി വരും. അപ്പോൾ വാൽനട്ട് കൈ കൊണ്ട് ഞെരടി, വാൽനട്ട് വറുത്ത് വെച്ചിരുന്ന പൊടിച്ച് ഒന്ന് കൈ കൊണ്ട് ഞെരടി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ഡെക്കറേഷന് വേണ്ടി, ബാക്കിയത്തെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അതൊരു 1/4 കപ്പ് അളവിൽ എടുത്തിട്ടാണ് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തത് കേട്ടോ. മിക്സ് ചെയ്ത വാൾനട്ട് പൊടിച്ചതും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കേക്ക് ടിൻ വെച്ചിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അല്പം വെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയി. ഇപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ഫോൾഡ് ചെയ്ത് വീഴണം. നമ്മൾ കേക്കിനൊക്കെ ബാറ്ററിൻ്റെ ഒരു സെയിം കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത് ഈ കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് അതിനകത്തേക്ക് മാറ്റി കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിനകത്ത് ഒരു അലുമിനിയം ഫോൾഡർ പേപ്പർ ഒന്ന് മൂടി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പം വെള്ളം അതിനകത്തേക്ക് ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ വാൾനട്ട് കൊണ്ട് ഡെക്കറേഷൻ കൊടുക്കാം നമുക്ക്. പൊടിച്ചെടുക്കുന്ന സൈഡിൽ കൂടെ ഒന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അല്പം ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യുക. അതിനകത്ത് 2-3 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീം അവിടെ കെട്ടിക്കിടന്ന് വെള്ളം ചാടാതെ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഫോർക്ക് ഉപയോഗിച്ച് കുത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ട് അപ്പോൾ വെള്ളം അതിനകത്ത് അകത്തേക്ക് ചാടാതെ അത് പുറത്തേക്ക് പോകും. അതുകൊണ്ട് 2-3 ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 20 to 30 മിനിറ്റ്സ് അത്ര മതി കേട്ടോ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ചിരിക്കുന്നതാണ്. ഇത് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി കവർ ചെയ്തിട്ട് ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് റെഡി ആയിട്ട് നല്ല സോഫ്റ്റാണ്. ഈവനിങ് ടീക്ക് നല്ല കോമ്പിനേഷനാണ്. നോക്കൂ. അപ്പം ഇതൊന്നും തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി കേട്ടോ. നമുക്ക് അത് അൺഫോൾഡ് ചെയ്താൽ കേക്ക് ടിന്നായതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുവരെ ഏത്തപ്പഴം കൊണ്ട് ഇങ്ങനെ ഒരു ഡിഷ് തയ്യാറാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. നമ്മൾ എപ്പോഴും പഴംപൊരിയും നമ്മൾ വറുത്ത സാധനങ്ങളെല്ലാം ഉണ്ടാക്കാറ്. അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പം നമുക്ക് ഇപ്പോൾ 2-3 പീസ് കഴിച്ചു എന്നോർത്തും കുഴപ്പമില്ല. നമ്മൾ എണ്ണയിലൊക്കെ പൊരിച്ചുണ്ടാക്കുക. നമ്മൾ ഒത്തിരി കഴിക്കുമ്പോൾ നമുക്കൊരു ഭയത്തോടെയല്ലേ അത് കഴിക്കുന്നത്. നമ്മൾ ഹെൽത്തി കോൺഷ്യസ് ആവുമ്പം ഇത് ഡെഫിനറ്റായിട്ടും നല്ലതാണ് കേട്ടോ റെഡിയാക്കി നോക്കാൻ. ഓയിലൊന്നും ചേർക്കാതെയാണല്ലോ ഉണ്ടാക്കുന്നത്. നോക്കൂ, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് ചെറിയ ചൂടുണ്ട് കേട്ടോ. എനിക്ക് റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചായ കുടിക്കണം തോന്നി. നല്ല സോഫ്റ്റാണ്. എന്നാൽ കേക്കിൻ്റെ ടെക്സ്റ്റ് അല്ല, നല്ല പഴത്തിൻ്റെ ആ ഫ്ലേവർ മുന്നോട്ട് തന്നെ നിൽക്കും എപ്പോഴും. നോക്കൂ, ഇതേ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങി കേട്ടോ. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.